കേരളത്തിൽ ആകെയുള്ളത് 14 ജില്ലകൾ, 140 മണ്ഡലങ്ങൾ. ഈ 140 മണ്ഡലങ്ങളിലും 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. 2 തവണ അടുപ്പിച്ച് അധികാരത്തിലേക്ക് എത്തിയ LDFന് 3ാം തവണയും അധികാരം ലഭിക്കുമെന്നും ആ അധികാരത്തിൻ്റെ പ്രധാന കാരണക്കാര് BJP ആയിരിക്കുമെന്ന വാദമുയർത്തുന്ന ഇടതുപക്ഷക്കാർ സജീവമാണ് കേരളത്തിൽ. BJP പിടിച്ചെടുക്കുന്ന വോട്ടുകളിലെ വലിയൊരു ശതമാനം കോൺഗ്രസിൻ്റെതാണ് എന്ന വാദം ഇടതുപക്ഷം ഉയർത്തുമ്പോൾ ആലപ്പുഴ പോലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമാർന്ന ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഇടതുപക്ഷ വോട്ടുകൾ കാർന്നെടുത്തുകൊണ്ട് പോവുകയാണ് BJP എന്നും അതുകൊണ്ട് കോൺഗ്രസിന് നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കുമെന്ന വാദമുയർത്തുന്നു കോൺഗ്രസ്സുകാർ. ഇതൊന്നുമല്ലാതെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ BJPക്ക് ലഭിക്കാവുന്നതിലും ഏറെ ശതമാനം വോട്ടുകൾ ലഭിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയ മണ്ഡലങ്ങളെല്ലാം ഇക്കുറി A+ മണ്ഡലങ്ങളായി കണക്കാക്കിക്കൊണ്ട് തിരിച്ചു പിടിക്കുവാനും തൃശ്ശൂരും തിരുവനന്തപുരവും പാലക്കാടും പത്തനംതിട്ടയും കാസർഗോഡും അടങ്ങുന്ന BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആ ജില്ലകളിൽ കഴിയുന്നത്ര സീറ്റുകൾ പിടിച്ചുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ തീരുമാനം വരുമ്പോൾ 140 മണ്ഡലങ്ങളിൽ കഴിയുന്നത്ര സീറ്റുകളിൽ വിജയിച്ചുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നും ഏത് സർക്കാർ കേരളം ഭരിക്കണമെന്ന തീരുമാനമെടുക്കുവാനും കഴിയുന്ന ഒരു കരുത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി BJP കേരളത്തിൽ വളരുമെന്നും BJPയുടെ നേതാക്കന്മാർ, BJPയുടെ സഹയാത്രികർ അവകാശപ്പെടുന്നു. 3 പാർട്ടികൾക്കും വലിയ സ്വാധീനമുള്ള കേരള സംസ്ഥാനം. 3 പാർട്ടികളും 2026 കേരളം ഭരിക്കുമെന്ന് ഒരു സ്വരത്തിൽ പറയുന്ന ശക്തമായ ത്രികോണ മത്സരം നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഒപ്പീനിയൻ പോൾ ആണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. താജ ഒപ്പീനിയൻ പോൾ. ആ ഒപ്പീനിയൻ പോളിൽ പറയുന്ന 14 ജില്ലകളിലെയും എത്ര മണ്ഡലങ്ങളിൽ ആരൊക്കെ വിജയിക്കുമെന്ന് നോക്കാം. വടക്കുന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം ആരംഭിക്കുന്നത്. 10,000-ൽ പരം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു സർവേ ഫലമാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ കാസർഗോഡ് ജില്ലയിലുള്ള 5 മണ്ഡലങ്ങൾ, 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ഇടത്ത് LDF, 3ഇടത്ത് UDF. BJPക്ക് കാസർഗോഡ് സീറ്റുകൾ നേടാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ ഈ താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലത്തിൽ പറയുന്നത്. കാസർഗോഡ് BJPയെ സംബന്ധിച്ച സ്വാധീനമേറെയുള്ള ഒരു മണ്ഡലമാണ്. K. സുരേന്ദ്രൻ അടക്കമുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല. ആ ജില്ലയിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും NDAക്ക് സീറ്റുകൾ നേടാൻ സാധിക്കില്ല എന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത്. അടുത്തത് കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ ആകെയുള്ള 11 നിയമസഭാ മണ്ഡലങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ട. അവിടെയും UDFനാണ് മേൽക്കൈയുള്ളത്. 5 സീറ്റുകൾ LDF നേടുമ്പോൾ 6 സീറ്റുകൾ UDF നേടുന്നു. NDAക്ക് അവിടെയും സീറ്റുകളില്ല എന്ന് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു. അടുത്തത് വയനാട് ജില്ലയാണ്. വയനാട് ജില്ല ഏറ്റവും ചെറിയ ജില്ലകളിൽ ഒന്നാണ്. ആകെയുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെയും അത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുത്തക ജില്ലയാണ്. അവിടെ വയനാട്ടിൽ LDF 1 സീറ്റ് നേടും, 2 സീറ്റുകളിൽ UDF നേടും. അവിടെ ഒരു മേൽക്കൈ UDF ഉണ്ടാക്കുന്നു. NDAക്ക് അവിടെയും സീറ്റില്ല. അടുത്തത് കോഴിക്കോടാണ്. കോഴിക്കോട് NDA 1 സീറ്റ് നേടുന്നു. 5 സീറ്റുകളിൽ LDF, 7 സീറ്റുകളിൽ UDF. കോഴിക്കോട് നേടാൻ പോകുന്ന സീറ്റ് ഒരുപക്ഷെ നോർത്ത് കോഴിക്കോടാകാനാണ് സാധ്യത ഏറെയുള്ളത്. അവിടെ BJPക്ക് കുറച്ച് സ്വാധീനം ഏറെയുണ്ട്. അങ്ങനെയെങ്കിൽ NDA നേടാൻ പോകുന്ന ഒരു സീറ്റ് കോഴിക്കോടിലാണ് എന്ന ഒപ്പീനിയൻ പോൾ സർവേ ആണ് ഇപ്പോൾ താജ ഒപ്പീനിയൻ പുറത്തുവിട്ടിട്ടുള്ളത്. അടുത്തത് മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത്. മലപ്പുറം ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിൽ 8ഇടത്ത് LDF, 8ഇടത്ത് UDF. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് UDFും LDFും തമ്മിൽ നടത്തുവാൻ പോകുന്നതെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു. 8ഇടത്ത് LDF വിജയിക്കുമ്പോൾ 8ഇടത്ത് UDF. അവിടെ NDAക്ക് സീറ്റില്ല. അടുത്തത് പാലക്കാടാണ്. BJPയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായ ജില്ലയിൽ ഒന്നാണ് പാലക്കാട്. ആ പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിൽ 12ഇടത്ത് 5ഇടത്ത് LDFും 7ഇടത്ത് UDFും വിജയിക്കുമ്പോൾ NDAക്ക് അവിടെ സീറ്റില്ല എന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത്. മറ്റൊന്ന് തൃശ്ശൂരാണ്. സുരേഷ് ഗോപി MP ആയി വിജയിച്ച NDAക്ക് ചരിത്രത്തിലാദ്യമായ ഒരു MPയെ സമ്മാനിച്ച ജില്ലയാണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിൽ ആകെയുള്ള 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ഇടത്ത് LDF വിജയിക്കുമ്പോൾ 7ഇടത്ത് UDF വിജയിക്കും. NDAക്ക് അവിടെയും സീറ്റില്ല. UDFിൻ്റെ ശക്തി കേന്ദ്രമായ കോഴിക്കോട് മാത്രമാണ് ഇപ്പോൾ UDFിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ ശക്തി കേന്ദ്രമായ കോഴിക്കോട് മാത്രമാണ് NDAക്ക് വടക്കൻ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള മണ്ഡലം ഉള്ളത്. ഇനി എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളത്ത് ആകെയുള്ള 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 7ഇടത്ത് LDF,
ഏഴിടത്ത് യു ഡി എഫ്, അവിടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടത്തുന്നത്. അവിടെയും എൻ ഡി എക്ക് സീറ്റില്ല എന്ന താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു. മറ്റൊന്ന് ഇടുക്കിയാണ്. ഇടുക്കിയിൽ ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങൾ. ഇടതുപക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായ ഇടുക്കിയിൽ 2 മാത്രം എൽ ഡി എഫ് വിജയിക്കുമ്പോൾ 3 യു ഡി എഫ് വിജയിക്കും. അവിടെയും എൻ ഡി എക്ക് സീറ്റുകളില്ല എന്ന താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു. മറ്റൊന്ന് കോട്ടയമാണ്. കോട്ടയത്ത് ആകെയുള്ള 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 എൽ ഡി എഫ്, 6 യു ഡി എഫ്. അടുത്തത് ആലപ്പുഴയാണ്. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉരുക്കുകോട്ട. ആ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായ പുന്നപ്പുറയുടെയും വയലാറിൻ്റെയും ഒക്കെ രാഷ്ട്രീയ ചരിത്രം ഉറങ്ങുന്ന ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ട. എന്നാൽ അവിടുത്തെ എം പി കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവായ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായ KC വേണുഗോപാലാണ്. അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടാൻ പോകുന്നത് 4 സീറ്റുകൾ, എൽ ഡി എഫ് നേടാൻ പോകുന്നതും 4 സീറ്റുകൾ, BJP അതായത് NDA അവിടെ സീറ്റ് നേടാൻ പോകുന്നു എന്നതാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത്. അതായത് കായംകുളത്ത് ആകാനാണ് അത് സാധ്യത ഏറെയുള്ളത്. കാരണം കായംകുളത്ത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും എന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം കാര്യമായ രീതിയിലുള്ള വോട്ട് വർധനവ് അവർക്കുണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ നിലവിലത്തെ സാഹചര്യത്തിൽ കായംകുളത്തെ പ്രാദേശിക നേതാക്കന്മാർ ബിപിൻ സി ബാബു അടക്കമുള്ള പല നേതാക്കന്മാരും BJPയിലേക്ക് പോയ സാഹചര്യത്തിൽ അവിടെ സ്വാഭാവികമായും NDAക്ക് ഒരു സീറ്റ് നേടാൻ സാധിക്കും. അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ ആയിരിക്കാനാണ് സാധ്യതയേറെ. ഇനി പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 എൽ ഡി എഫ്, 3 യു ഡി എഫ്. അവിടെയും NDAക്ക് സീറ്റില്ല. മറ്റൊന്ന് കൊല്ലമാണ്. കൊല്ലം ജില്ലയിൽ ആകെയുള്ള 11 നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് 5 സീറ്റുകൾ, യു ഡി എഫിന് 6 സീറ്റ്, NDAക്ക് അവിടെയും സീറ്റില്ല. ഇനി തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് ആകെയുള്ള 14 നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് 6 യു ഡി എഫിന് 8 NDA അവിടെയും സീറ്റില്ല. താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നതനുസരിച്ച് BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന പാലക്കാട്ടോ തിരുവനന്തപുരത്തോ തൃശ്ശൂരോ അതുപോലെ തന്നെ കാസർഗോഡോ ഒന്നും NDAക്ക് സീറ്റുകൾ നേടാൻ സാധിക്കില്ല. പകരം കോഴിക്കോട് പോലെ ഇടതുപക്ഷത്തിനും യു ഡി എഫിനും ഒരുപോലെ ശക്തി കേന്ദ്രമായ അവിടെ ഒരു സീറ്റ്, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായ ആലപ്പുഴയിൽ ഒരു സീറ്റ്, ഈ 2 സീറ്റുകൾ മാത്രമാണ് NDA നേടാൻ പോകുന്നത് എന്ന് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു. 14 ജില്ലകളിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ 140-ൽ 61 എൽ ഡി എഫും 77 യു ഡി എഫും 2 NDAയും വിജയിക്കും എന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന് സാധ്യതയുണ്ട്. എന്നാൽ ഈ സർവേ ഫലം അനുസരിച്ച BJPയുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന ജില്ലകളിൽ എവിടെയും അവർക്ക് മേൽക്കൈ ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. പലയിടങ്ങളിലും യു ഡി എഫും എൽ ഡി എഫും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നു എന്നുള്ളതെല്ലാം വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഫലസൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ്. ജനങ്ങൾ ഏത് തരത്തിലാണ്, ആരെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുവാൻ വിനിയോഗിക്കുന്നത് എന്ന് കണ്ടറിയാം.